2011 മോഡൽ G4 ഇന്നോവ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ഇത് നിലവിൽ റീറേസർ വാഹനം കേട്ടോ. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുക. ഫ്ലഡ് ഇല്ല എന്നുള്ളതും മെക്കാനിക്കൽ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് അത്. ഇതിൻ്റെ ടൈപ്പ് 4ലേക്ക് കൺവേർഷൻ ചെയ്ത വാഹനമാണ്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ഒരു ബോഡി കാര്യങ്ങളാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 80-90% ടയർ ഭാഗങ്ങളുണ്ട്. അതേപോലെ എക്സ്ട്രാ അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ മിററിന് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. 2015 മോഡലിൻ്റെ അതേ ബോഡി ക്വാളിറ്റിയിലൊരു വാഹനം തന്നെ ഇട്ടത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. 8 സീറ്റ് വാഹനമാണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത്. സീറ്റ് കവേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവറാണ്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ 8 സീറ്റാണ് വരുന്നത്. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ബാക്ക് സൈഡാണ്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. 2011 മോഡലിലെ ഇത്ര ക്വാളിറ്റിയിൽ വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. അത്രയും ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. എൻജിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. അതേപോലെ ഇതിൻ്റെ എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണെങ്കിലും ഫ്രോണ്ട് സൈഡാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,95,000 രൂപയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല നല്ല വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.